റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് മമ്മൂക്കയും ലാലേട്ടനും എനിക്ക് തോന്നുന്നു അവരിപ്പം ഈ ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇപ്പം മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ നേതൃത്വത്തിലുള്ള കൈരളിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് കൊണ്ട് മമ്മൂക്ക ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ വോട്ട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആരോടെങ്കിലും ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇന്നസെന്റ് ഇരിങ്ങാലക്കുട മത്സരിക്കുന്ന സമയത്ത് മാത്രം മമ്മൂക്കയും ലാലേട്ടനും അത് വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്ത് വോട്ട് ചോദിച്ചെന്നുള്ളതല്ലാതെ മമ്മൂക്കയോ ലാലേട്ടനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ലാലേട്ടൻ പിന്നെയും എനിക്ക് തോന്നുന്നു കെ വി ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് അതും അദ്ദേഹം UDF നിൽക്കുമ്പോഴും LDF നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ലാലേട്ടനും ഈ പറഞ്ഞ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും നമ്മൾ കൊണ്ടുവന്ന് ഇടതുപക്ഷക്കാരനെന്നോ അല്ലെങ്കിൽ BJP കാരനെന്നോ ഒന്നും ഇവരെ പറഞ്ഞ് മുദ്ര കുത്തേണ്ട കാര്യമില്ല. അത് ഇവിടുത്തെ മുൻനിര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വ്യക്തിബന്ധങ്ങൾക്കാണ് അവർ ഓരോ പാർട്ടിപ്പെടുന്ന ആളുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള കാര്യവും നമുക്കറിയാം. ഇപ്പം പറഞ്ഞു വരുന്നത് ഇപ്പം സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ മറുവിഭാഗം, അതായത് BJPയുടെയൊന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ നമുക്ക് പറയാൻ കഴിയുന്ന ചില ആൾക്കാർ ഉടനെ എടുത്തിടുന്നത് മമ്മൂക്കയാണ്. അവിടെ മമ്മൂക്കയുടെ രാഷ്ട്രീയമാണോ മമ്മൂക്കയുടെ മതമാണോ അത്തരത്തിലുള്ള ആൾക്കാർ നോക്കി മമ്മൂക്ക അതിനകത്തേക്ക് വലിച്ചടയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ഉണ്ണി മൂന്തനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആൾക്കാർ വലിച്ചടയ്ക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന മമ്മൂക്കയാണ്. അതായത് മമ്മൂക്കയ്ക്ക് എന്താണ്, മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ. അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപിയും ഉണ്ണി മുകുന്ദനെയും പോലുള്ള ആൾക്കാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് അയോധ്യയുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്, അയോധ്യയിൽ ഒരു വിളക്ക് കത്തിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് KS ചിത്ര എന്തോ എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ചിത്രയ്ക്ക് അതിന് വിമർശനങ്ങളുണ്ടായി. എന്തിനാണ് KS ചിത്ര അതിനകത്ത് വിമർശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ആയിട്ടില്ല, ആരും വളർന്നിട്ടുമില്ല. പക്ഷേ ചിത്രയെ അത് പറഞ്ഞപ്പം ആരോ കുറേ ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് ചിത്രയെ വിമർശിച്ചവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചിത്രയെ വിമർശിച്ചതിൻ്റെ പേരിൽ മറ്റു ചില ആൾക്കാർ ചിത്രയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഭാവത്തിൽ വന്നിരിക്കുന്ന ചില ആൾക്കാർ അവിടെയും മമ്മൂക്കയെ വലിച്ചഴയ്ക്കുന്നുണ്ട്. അവിടെ എന്താണ് മമ്മൂക്കയെ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന മുമ്പ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ യൂട്യൂബിൽ എവിടെയോ ഞാൻ കണ്ട ഒരു വീഡിയോയാണ്. ആ വീഡിയോയ്ക്കകത്ത് ആരോ ഏതോ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഉണ്ണി മുകുന്ദനെ വിമർശിച്ചുകൊണ്ട്, മാർക്കോ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ണി മുകുന്ദനെ വിമർശിച്ചുകൊണ്ട് എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആരോ ഇട്ടു. അപ്പോൾ അതെടുത്തിട്ട് ഏതോ ഒരു മാന്യനായിട്ടുള്ള വ്യക്തി, ഒരു മാന്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ അങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾ അവസാനം അതിനകത്ത് മമ്മൂക്കയെ വലിച്ചിടുന്നത് കണ്ട്. കാര്യം മമ്മൂക്ക പാർട്ടിയുടെ ആളല്ലേ, മമ്മൂക്ക ഇടതുപക്ഷക്കാരനല്ലേ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോരക്കറകളുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ മമ്മൂക്കയുടെ സിനിമ ഇറങ്ങുമ്പം അങ്ങനെ പറയാറുണ്ടോ? ഇങ്ങനെ ഈ ഉണ്ണി മുകുന്ദൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സുരേഷ് ഗോപിയുടെയൊക്കെ വിഷയം വരുമ്പം ഈ മമ്മൂക്കയായിട്ട് താരതമ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു താരതമ്യം എന്ന് പറഞ്ഞാൽ തരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്, തുല്യതയിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ. ഇപ്പോൾ ലാലേട്ടനെ ആരെങ്കിലും പറയുമ്പം വേണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കയെ അതിനകത്ത് വലിച്ചടിക്കുകയോ, മമ്മൂക്കയെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ലാലേട്ടനെ അതിനകത്ത് വലിച്ചടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്താൽ പോലും നമുക്കത് മനസ്സിലാക്കാം. ഒരു പക്ഷേ തുല്യതയിൽ നിൽക്കുന്ന രണ്ട് ആൾക്കാർ തമ്മിൽ ഈ പറഞ്ഞ കണക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളോ കാര്യങ്ങളോ അവിടെയും മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരു അടിസ്ഥാനമാക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ അഭ്യർത്ഥനയെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂക്കയെ ലാലേട്ടനെ നമ്മൾ പറയാം. പക്ഷേ ഈ ഉണ്ണി മുകുന്ദൻ്റെയും KS ചിത്രയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക ഇതിനകത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കാര്യം ഇവരുടെ ഒന്നും റേഞ്ച് നിൽക്കുന്ന ആളല്ല മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആൾക്കാരെ. ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് സുരേഷ് ഗോപി എന്ന് വിചാരിച്ചാലും മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളൊന്നും അല്ല അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം മികച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനാവും, അതൊക്കെ ആവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ദയവ് ചെയ്ത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം വെച്ചിട്ട് അവരെ രണ്ടുപേരെയും ഇത്തരത്തിലുള്ള ആരെങ്കിലുമായിട്ടുള്ള വിമർശനങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്, കാര്യം അയാളുടെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കണക്ക് ചോരക്കറ പറ്റിയ പ്രസ്ഥാനം അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടാവും. അതിനുള്ള മറുപടി അയാൾ പറയുന്ന ഏത് പ്രസ്ഥാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മറുപടി
അയാൾക്ക് അവർ കൊടുക്കാൻ തക്ക രീതിയിൽ പറ്റുമായിരിക്കും. എനിക്കറിയില്ല, അത് അവരുടേതായിട്ടുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യകരമായിട്ടുള്ള സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യകരമായിട്ടുള്ള സംസാരങ്ങൾ, അല്ലാതെ അടിയും വെട്ടിയും കുത്തുമൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് സംസാരങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് മമ്മൂക്കയെ വലിച്ചടിക്കുന്ന എന്തിനാ? ഇടതുപക്ഷ ചാനലിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ മലയാള കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഉണ്ണി മൂന്നനെ വിഷയത്തിനകത്തേക്ക് മമ്മൂക്കയെ വലിച്ചടിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അത് നല്ലൊരു രീതിയിലുള്ള ഒരു കാര്യവുമല്ല. കാര്യം കുറച്ച് കാലത്തിന് മുമ്പ് ഞാൻ കണ്ടത് സുരേഷ് ഗോപി ഒരു കാറിനകത്ത് എവിടെയോ ഇരുന്നിട്ട് ആൾക്കാർ, സ്ത്രീകളോ ആരാണ്ടൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് കൈനീട്ടം വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നു. ഇതിനെ ആരോ ആ കാലത്ത് വിമർശിച്ചപ്പം ഉടനെ എടുത്തിട്ടത് മമ്മൂക്ക ഒരു സ്റ്റേജിൽ മമ്മൂക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആരോ ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് മമ്മൂക്കയുടെ കാലിൽ തൊട്ട് തൊഴുന്നു. മമ്മൂക്ക പെട്ടെന്ന് തന്നെ അവർ ഒരു കൈ കൊണ്ട് പെട്ടെന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്ത്. കാര്യം അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം ചോദിച്ചപ്പം ഉടനെ അതിന് ബദലായിട്ട് ഇടുന്നത് ഈ വീഡിയോ. ഇത് തമ്മിലുള്ള അർത്ഥം എന്താണ്? ഒരാൾ കാല് നീട്ടിയിരുന്നിട്ട് ആൾക്കാരെ എല്ലാം കാലിൽ തൊട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഭിക്ഷ കൊടുക്കുന്നതാണോ, ദക്ഷിണ കൊടുക്കുന്നതാണോ, പൈസ കൊടുക്കുന്ന കാര്യത്തിനെ വിമർശിച്ചപ്പം ഈ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിച്ചതുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ഇതിനെ അവിടെ വലിച്ചിടുന്നത്. അതുപോലെ KS ചിത്രയുടെ വിഷയം വന്നപ്പോഴും മമ്മൂക്ക അന്ന് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, എന്തോ ഒരെണ്ണം ഇടുന്നുണ്ട്. ഇപ്പം ഈ ഉണ്ണി മൂന്നൻ്റെ വിഷയത്തിനകത്തും ഇത് തന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് വ്യൂസോ മറ്റു കാര്യങ്ങളോ കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മമ്മൂക്ക ലാലേട്ടനെയും നമുക്ക് സിനിമാപരമായിട്ടുള്ള കാര്യത്തിനകത്ത് നമുക്ക് അവരെ വിമർശിക്കാം. അവരുടെ സിനിമകൾ മോശമായാലോ, അല്ലെങ്കിൽ ഈ സിനിമാ സംബന്ധമായിട്ടുള്ള അവരുടെ തിരഞ്ഞെടുപ്പുകൾ മോശമായാലോ, അവരുടെ ഒരു സിനിമ പരാജയപ്പെട്ടാലോ, ഇനി അതല്ല അവരുടെ ഒരു നല്ല സിനിമ വിജയിച്ചാലോ ഒക്കെ നമുക്ക് അവരെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യാം. കാര്യം ആ വിമർശനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമകളിൽ നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പുകൾ നന്നാവാൻ വേണ്ടിയിട്ട്, നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. ഞാനും വിമർശിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. അത് മമ്മൂക്കയാണെങ്കിലും വിമർശിച്ചിട്ടുണ്ട്, ലാലേട്ടനെ ആണെങ്കിലും വിമർശിച്ചിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെയും വിമർശിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വിമർശിക്കുന്നതിനകത്ത് മമ്മൂക്കയാണോ ലാലേട്ടനാണോ നമ്മുടെ ഇഷ്ടമാണോ അനിഷ്ടമാണോ ഒന്നുമല്ല. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചില ആൾക്കാർ, വിവാദങ്ങളിൽ ചെന്ന് പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ആൾക്കാരെ ആരെങ്കിലും കുറ്റം പറയും. ഇപ്പോൾ ഉണ്ണി മൂന്നനെ പറഞ്ഞെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന അതുപോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, അവരെ താരതമ്യം ചെയ്യേ. ഉണ്ണി മൂന്നനെക്കാട്ടിൽ ഉണ്ണി മൂന്നൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമയിൽ നായകനായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സീനിയോറിറ്റി സിനിമയിലുള്ള, മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ 2 സൂപ്പർ ആക്ടേഴ്സും 2 സൂപ്പർ സ്റ്റാർസും ആയിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനെ എന്തിനകത്തേക്ക് വലിച്ചടിക്കുന്നത്? കുറച്ച് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് മോശമായിട്ടുള്ള ഒരു കാര്യമൊക്കെ. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലെ പല പേജുകളിലും ഇത്ര കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് കമൻസും എഴുതിയിട്ടുണ്ട്. കാര്യം ഈ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് പെടുന്ന ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വിമർശിക്കുമ്പം അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന മമ്മൂക്കയെ പോലുള്ള ഒരു മനുഷ്യനെ വലിച്ചിടരുത്. അത് ലാലേട്ടനെ ആണെങ്കിലും വലിച്ചിടരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെ രണ്ടുപേരെയും അവരുടെ വഴിക്ക് വിടുക. അവരുടെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നാണ് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹം. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് എവിടെയോ കാണുന്നുണ്ട്, മമ്മൂക്കയ്ക്ക് രാജ്യസഭയിലേക്ക് മമ്മൂക്കയെ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മമ്മൂക്കയ്ക്ക് ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഒരു മറുപടിയായിട്ട് ചെയ്ത്, പക്ഷേ ആരുടെയൊക്കെയോ ചില കളികൾ മൂലം മമ്മൂക്കയ്ക്ക് വേണ്ടെന്ന് മമ്മൂക്ക നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് രാജ്യസഭയും വേണ്ട, ലോകസഭയും വേണ്ട, ഒന്നും വേണ്ട. മമ്മൂക്കയുടെ ജീവിതം, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവവായു എന്ന് തന്നെ പറയുന്ന സിനിമയാണ്. കൂടുതൽ സിനിമയിൽ അഭിനയിക്കണം. അതായത് ഒരു ദിവസം പോലും ഈ പറയുന്ന ആ ക്യാമറയുടെ ഇതില്ലാതെ, അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഇതില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന ആളാണ് മമ്മൂക്ക. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസവും ജീവവായുവും എന്നും എല്ലാം പറയാമെന്ന്, അദ്ദേഹത്തിൻ്റെ ജീവനും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അല്ലാതെ അദ്ദേഹത്തിന് രാജ്യസഭയിൽ പോയിരിക്കണമെന്നോ, ലോകസഭയിൽ പോയിരിക്കണമെന്നോ, അവിടെ കിടന്ന് സംസാരിക്കണമെന്നോ, ബഹളം വെക്കണമെന്നോ, അതിൻ്റെ അധികാരങ്ങൾ നേടിയെടുക്കണമെന്നോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ലാലേട്ടനെയും മമ്മൂക്ക ലാലേട്ടനെയും വെറുതെ വിടുക, ചുമ്മാ അനാവശ്യ വിവാദങ്ങളിലേക്ക് അവരെ വലിച്ചഴിക്കാതിരിക്കുക, അത്രമാത്രം.